നമസ്കാരം. ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ മാസം 26 മുതൽക്ക് മെയ് 2 വരെയുള്ള 7 ദിവസത്തെ, അതായത് ഒരാഴ്ചത്തെ 12 രാശിക്കാർക്കും ഉള്ള സാമാന്യ ഫല നിരൂപണമാണ് ഇവിടെ നടത്തുന്നത്. ഗ്രഹസ്ഥിതിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും വലുതായ വ്യത്യാസങ്ങൾ ഒന്നുമില്ല. സൂര്യൻ മേടത്തിലാണ്, ശുക്രൻ ഇടവത്തിലാണ്, സ്വക്ഷേത്രത്തിലാണ്, സൂര്യൻ ഉച്ചത്തിലുമാണ്, വ്യാഴം മിഥുനത്തിൽ തന്നെയാണ്, കുജനും ബുധനും ശനിയും മീനത്തിൽ ത്രിഗ്രഹ യോഗത്തിലാണ്, രാഹുകേതുക്കൾ ചിങ്ങത്തിലും മകരത്തിലുമായിട്ട് നിൽക്കുന്നു. ആയതുകൊണ്ട് ഗ്രഹസ്ഥിതിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. എങ്കിലും സാമാന്യമായിട്ടുള്ള ഫലം നമുക്ക് ഇവിടെ നിരൂപണം നടത്താം. മേടം രാശിയാണ് ആദ്യത്തേത്. ഏരീസ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുക. അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ പാദവും ചേർന്നതാണ് മേടക്കൂറ് എന്ന് പറയുന്നത്. മേടക്കൂറുകാർക്ക് ലഗ്നത്തിൽ സൂര്യനാണ്. അത് ഉച്ചസ്ഥിതി കൂടെ ഉള്ളതാണ് സൂര്യന്. ഇവർക്ക് പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചു കടന്നിരുന്നവർക്കും അവരുടെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാകേണ്ട കാലമാണ്. അവരുടെ നേതൃത്വം പാടവം പ്രകടിപ്പിക്കാൻ സാധിക്കും, അത് അംഗീകരിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ അതോടൊപ്പം പറയേണ്ടതാണ്, അവരുടെ 12ാം ഭാവത്തിലെ ശനിയുടെയും കുജൻ്റെയും ബുധൻ്റെയും യോഗം, അഗ്നിമാരുത യോഗം എന്നാണ് പറയുക. അതിൻ്റെ സ്വാധീനം കൊണ്ട് ചില തടസ്സങ്ങൾ ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രവർത്തനത്തിലും ഒക്കെ ചില നിയന്ത്രണമില്ലായ്മ കൊണ്ടുണ്ടാകുന്ന ആത്മവിക്ഷോഭം അഥവാ വികാര വിക്ഷോഭങ്ങൾ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കും, ആശങ്ക ഉണ്ടാകും. ഇതെല്ലാം ഇതിനോടൊപ്പം തന്നെ കണക്കിലെടുക്കേണ്ടതാണ്. ആയതുകൊണ്ട് അവരുടെ ജോലിയിലോ കർമ്മത്തിലും ഒക്കെ ചില ന്യൂനതകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ധനം പരമായിട്ട് 2ാം ഭാവത്തിൽ ശുക്രനാണ്. ആയതുകൊണ്ട് വരുമാന വർധനവ് ആണ് ഉണ്ടാകേണ്ടത്. പക്ഷേ ആസ്വാദനം അല്ലെങ്കിൽ അനാവശ്യമെന്ന് നമുക്ക് പറയാവുന്ന ചില ധൂർത്തുകളുമൊക്കെ ഉണ്ടാകാം, അഥവാ ആർഭാടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അത് സംബന്ധിച്ചുള്ള ചില ചിലവുകളും ഒക്കെ കൂടുന്നു എന്നുള്ളതുകൊണ്ട് വരവിനനുസരിച്ച് അഥവാ അതിൽ കൂടുതലായി ചിലവും ഉണ്ടാകും. ആരോഗ്യപരമായിട്ട് ഈ പറയുന്ന പല സന്ദർഭങ്ങളിലുണ്ടാകുന്ന വികാരവിക്ഷോഭങ്ങളോ സമ്മർദ്ദങ്ങളോ ഒക്കെ കാരണം തലയ്ക്ക് ഭാരമുണ്ടാവുക, ഉറക്കക്കുറവുണ്ടാവുക, ഇതൊക്കെ അവർക്ക് ചില ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും. സ്വതവേ ചില രോഗങ്ങളുള്ളവർക്ക്, നാഡീ സംബന്ധമായിട്ടും ഒക്കെ ചില രോഗങ്ങളും ഒക്കെ ഉള്ളവർക്ക് അത് കുറച്ചൊന്ന് കൂടാൻ ഇടയുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ തൻ്റെ വാക്ക് അംഗീകരിക്കപ്പെടും കൂടുതലായിട്ട്. അവനവൻ്റെ വാക്കുകൊണ്ടാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിൽ വാക്കിൽ ഉണ്ടാകുന്ന ചില കടുപ്പം ഉണ്ടായെന്നിരിക്കും. അത് കഴിയുന്നതും ഒഴിവാക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഗൃഹാന്തരീക്ഷത്തിൽ ചില സംഘർഷങ്ങളും സന്തോഷമില്ലാത്ത അവസ്ഥകളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് സൂര്യന് അർഘ്യം കൊടുക്കുക, സൂര്യ മന്ത്രം ജപിക്കുക, അതുപോലെ തന്നെ മഹാവിഷ്ണു അഥവാ നാരായണന് വഴിപാട് ചെയ്യുക, മറ്റ് മന്ത്രജപങ്ങളോ ഉപാസനയൊക്കെ ചെയ്യുക, സൂര്യ നമസ്കാരം ചെയ്യുക, ഇതൊക്കെയും വളരെ നല്ലതാണ്. സുബ്രഹ്മണ്യസ്വാമിക്കും പൂജകൾ നടത്തുകയോ സുബ്രഹ്മണ്യൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അടുത്തത് ഇടവക്കൂറാണ്. ടോറസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിനെ പറയുക. കാർത്തികയുടെ അവസാനത്തെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. ലഗ്നത്തിലാണ് ഇവർക്ക് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത്. അവരുടെ ജോലി അഥവാ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അവരുടെ പ്രവൃത്തി മുഖാന്തരം ഉണ്ടാകുന്ന ആകർഷണീയതയും അതുകൊണ്ടുണ്ടാകുന്ന സ്ഥിരതയും ഒക്കെ കൂടും. മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ട്, പ്രൊഫഷൻ സംബന്ധമായിട്ട് അവർക്ക് അനുകൂലം തന്നെ എന്ന് പറയേണ്ടി വരും. ധനസ്ഥിതിയും മെച്ചം തന്നെയാണ്. പ്രത്യേകിച്ച് അവരവരുടെ സ്വന്തം ശ്രമത്താൽ ഉണ്ടാകുന്ന പരിശ്രമം കൊണ്ടുണ്ടായ പ്രൊജക്റ്റുകളിൽ നിന്നുണ്ടാകുന്ന ധനലാഭം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായിട്ട് ശരീരത്തിന് സൗഖ്യം തന്നെയാണ് ഉള്ളത്. എന്നാൽ ആഹാരപരമായിട്ട് അഥവാ ദഹന സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദഹനക്കുറവ്, അഗ്നിമാന്ദ്യം മുതലായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് സൂക്ഷിക്കേണ്ടതാണ്.
കുടുംബത്തിലെ സന്തോഷവും ഒരു സമാധാനവും ഒരു സൗഹൃദ അന്തരീക്ഷം ഉണ്ടായിരുന്നത് കൂടുതൽ വർദ്ധിക്കും. അതുപോലെ തന്നെ പറയേണ്ട ഒന്നാണ്, അവർ കുടുംബത്തിൽ ഒന്നിച്ചുള്ള യാത്രകൾ ഉണ്ടായെന്നിരിക്കാം. അതിൽ കുറച്ചൊരു കരുതൽ വേണ്ടതാണ്. ചില അപകടങ്ങൾ യാത്രാവേളകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് മഹാലക്ഷ്മി സ്തവം ജപിക്കുക, മഹാലക്ഷ്മി മന്ത്രം ജപിക്കുക, അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ പൂജ നടത്തുക, മഹാലക്ഷ്മി സഹിതനായിട്ടുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, മന്ത്രങ്ങൾ ജപിക്കുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. ജമിനി എന്നാണ് പറയുക. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദവും തിരുവാതിരയും പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. ലഗ്നപതിയായിട്ടുള്ള ബുധൻ നീചത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് പല ആശയക്കുഴപ്പങ്ങളും ഒക്കെ അവരുടെ ജോലിയിലോ പ്രൊഫഷനിലോ ഒക്കെ വരാം. അതായത് കർമ്മസംബന്ധമായിട്ട് അവർക്കത്ര അനുകൂലമല്ല. പല തരത്തിലുള്ള പരാജയഭീതികൾ ഒക്കെ ഉണ്ടാകുന്നതാണ്. അത് വളരെ സൂക്ഷിച്ച് വേണം ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രോജക്റ്റുകളിൽ ഫർദർ മുന്നോട്ട് പോകുന്നതും ഒക്കെ ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കർമ്മപരമായിട്ടുള്ള ചില പരാജയങ്ങൾ ഇവരെ പ്രതീക്ഷിക്കുന്നുണ്ട്. വരുമാനം ഉണ്ട് എന്നുണ്ടെങ്കിലും ചിലവിനനുസരിച്ചുള്ള വരുമാനം കുറഞ്ഞ് വരുന്നതിനാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. മാനസികമായിട്ടുള്ള സമ്മർദ്ദം കൂടും, സ്ട്രെസ്സ് കൂടുതലുണ്ടാവും. ആയതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെ വരാം. അതുകൊണ്ട് പ്രൊഫഷണൽ പല ബുദ്ധിമുട്ടുകളുണ്ടാകും. അതോടൊപ്പം തന്നെ ഇതുകൊണ്ടുണ്ടാകാവുന്ന മാനസിക പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങളും ചില രോഗ ആശങ്കകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബാന്തരീക്ഷവും അത്ര അനുകൂലമല്ല. ആശയവിനിമയം വേണ്ടത്ര ഉണ്ടാകാതെ വരുന്നതിനാൽ ചില തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടാകാവുന്നതാണ്. വാക്കുകൊണ്ടുണ്ടാകുന്ന ചില തർക്കങ്ങളും ഒക്കെ ഉണ്ടാകും. മക്കളും ഭാര്യ അച്ഛനമ്മമാർ ഇവരുമായിട്ട് വൈരുദ്ധ്യങ്ങൾ, അതുകൊണ്ട് ഉണ്ടാകുന്ന ചില വൈരുദ്ധ്യങ്ങളൊക്കെ കുടുംബാന്തരീക്ഷത്തിലുണ്ടാകും. ഇവർക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നിത്യേന വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഇതൊക്കെ പുതിയ നല്ല ഫലങ്ങൾ ഉണ്ടാക്കാനും ഇങ്ങനെ ഉണ്ടാകുന്ന ചില ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടാനും നല്ലതാണ്. പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെണ്ണ സമർപ്പിക്കുന്നത് കൂടുതൽ നല്ലതാണ്. അതുകൊണ്ടുണ്ടാകുന്ന ഗുണഫലം അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അഥവാ ദോഷങ്ങളെ അത് കുറയ്ക്കുന്നതാണ്. അടുത്തത് കർക്കിടക കൂറാണ്. ക്യാൻസർ എന്നാണ് അതിന് പറയുക. പുണർദത്തിൻ്റെ അവസാനത്തെ പാദവും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടക കൂറ്. ഇവർക്ക് ഇവരുടെ കർമ്മഭാവത്തിൽ 10ാം ഭാവത്തിൽ സൂര്യൻ ഉണ്ട്. അത് ആയതുകൊണ്ട് അവരുടെ കർമ്മ സംബന്ധമായിട്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. നൂതനമായിട്ടുള്ള പദ്ധതികളിൽ അവർ ഇടപെടും. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കർമ്മങ്ങളിലുണ്ടാവുന്ന പല നേട്ടങ്ങളും അവരുടെ സ്ഥാപനത്തിലും അവർക്ക് വ്യക്തിപരമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ 9ാം ഭാവത്തിലെ ശനിയുടെ സ്ഥിതി അത്ര അനുകൂലമല്ല. അതുകൊണ്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും ചില അസ്വസ്ഥതകളും വിപരീതമായിട്ടുള്ള ഫലങ്ങളും ഒക്കെ ഇതോടൊപ്പം തന്നെ പറയേണ്ടതാണ്. ധനപരമായിട്ട് സ്ഥിരമായിട്ടുള്ള വരുമാനം ലഭിക്കും. വലിയ ലാഭമോ വലിയ നഷ്ടമോ ഇല്ലാത്ത ഒരു കാലമായിരിക്കും ഉണ്ടാകുന്നത്. ആരോഗ്യത്തിൽ പൊതുവെ അനുകൂലമാണ്. രോഗസാധ്യതകളോ ഒന്നും ഇല്ല. രോഗികളായിട്ടുള്ളവർക്ക് അത് ക്രമേണ കുറയുന്നതായിരിക്കും. കുടുംബത്തിൽ കുറച്ച് സന്തോഷവും അസമാധാനവും ഒക്കെ ഉണ്ടാകും എന്നുള്ളതല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. സന്തോഷവും സമാധാനവും വർദ്ധിക്കുകയും ചെയ്യും. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കൂവളത്തില കൊണ്ടുള്ള അർച്ചനയും കൂവളമാല ചാർത്തുക മുതലായവയും ചെയ്യുന്നത് വളരെ ഗുണപരമാണ്. നല്ല ഫലങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ്. അടുത്തത് സിംഹക്കൂറ് അഥവാ ചിങ്ങക്കൂറാണ്. ലിയോ എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുക. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങക്കൂറ്. 9ാം ഭാവത്തിലാണ് ലഗ്നപതിയായിട്ടുള്ള സൂര്യൻ്റെ അവസ്ഥ. അത് ഉച്ചത്തിലാണ്. അതുകൊണ്ട് ഇവർക്ക് ഭാഗ്യം അവർക്ക് അനുകൂലമായിട്ട് വരും. അതുകൊണ്ടുണ്ടാകുന്ന പല കീർത്തിയും സൗഖ്യവും ഒക്കെ അത് ഉണ്ടാക്കും.
എന്നാൽ കേതു ലഗ്നത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് വേണ്ടത്ര ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കാതെ വരും. ചില പ്രയാസങ്ങൾ, അതായത് മാനസിക സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാവുക, പരസ്പര വിരുദ്ധമായിട്ട് ചിന്തിക്കുകയും അങ്ങനെ പ്രവർത്തിക്കേണ്ടതായിട്ട് വരികയും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ധനപരമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകൾ വരും. നമ്മൾ പ്രതീക്ഷിക്കാതെ കരുതി വച്ചിരുന്ന ധനം, മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചതായിട്ടുള്ള ധനം ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചിലവ് ചെയ്യേണ്ടതായിട്ട് വരും. അഷ്ടമത്തിലാണ്, ധനപതി അഷ്ടമത്തിലാണ്. ആരോഗ്യപരമായിട്ട് കുറേ സ്വസ്ഥത നഷ്ടപ്പെടുന്ന ഒരു കാലമാണ്. സ്ഥിരമായിട്ട് തന്നെ അത് ചിങ്ങത്തിൽ കേതു ഉള്ളതുകൊണ്ട് ആ ഒരു ആത്മസംഘർഷമുണ്ട് എന്നുള്ളത് കൊണ്ട്, മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതിനാൽ ആയതുകൊണ്ട് തന്നെ ശരീരത്തിനും സ്വസ്ഥത ലഭിക്കില്ല. ചില ചെറിയ രോഗങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കാം. കുടുംബ ബന്ധങ്ങളിലും അത്ര അനുകൂലമല്ല. പരസ്പര ബന്ധങ്ങൾ കുറേശ്ശെ അകലുന്നതായിട്ട്, സംശയദൃഷ്ടിയോടുകൂടി നമ്മളെ മറ്റുള്ളവർ വീക്ഷിക്കുന്നതായിട്ടും ഒക്കെ തോന്നാവുന്നതാണ്. പരിഹാരമായിട്ട് സൂര്യനെ തന്നെ ഭജിക്കുക ആണ് ഏറ്റവും നല്ലത്. സൂര്യഗായത്രി ജപിക്കുക, സൂര്യന് അർഘ്യം കൊടുക്കുക മുതലായിട്ടുള്ളത് നല്ലതാണ്. ശിവക്ഷേത്ര ദർശനവും ഇളനീര് കൊണ്ട് ഉള്ള അഭിഷേകവും ഒക്കെ ഗുണം ഉണ്ടാക്കും. ചില ദോഷങ്ങൾക്കൊക്കെ ശമിപ്പിക്കുകയും ചെയ്യാൻ വളരെ നല്ലതാണ്. അടുത്തത് കന്നിക്കൂറാണ്. വിർഗോ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഉത്തരത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങളും അത്തവും ചിത്തിരയുടെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ്. കന്നിക്കൂറുകാർക്ക് 7ാം ഭാവത്തിൽ കുജനും ബുധനും ശനിയും ആണ്. മീനമാണ് 7ാം ഭാവം. അവിടെ ചൊവ്വയും ബുധനും ശനിയും യോഗം ചെയ്ത് നിൽക്കുകയാണ്. പങ്കാളിത്തത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അഥവാ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലും മറ്റുമൊക്കെ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവർ പാർട്ട്ണർമാർ തമ്മിൽ അകൽച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പരസ്പര ധാരണ ഇല്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ചില നഷ്ടങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പ്രവർത്തനം അനുകൂലമാണെങ്കിൽ പോലും മറ്റ് ഒന്നിച്ച് സബോർഡിനേറ്റായിട്ട് ജോലി ചെയ്യുന്നവരുടെ പ്രവൃത്തി മൂലമുണ്ടാകുന്ന ചില നഷ്ടങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ കൂട്ടുകച്ചവടത്തിലും മറ്റുമൊക്കെ ചില നഷ്ടസാധ്യതകളും, ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഉടനെ ഫലം കൊയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സമയം വേണ്ടിവരും. അതിൽ നിന്ന് വീണ്ടും റീകൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുമൂലമുണ്ടാവുന്ന ചില നഷ്ടങ്ങളും കടങ്ങളും വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് നാഡീ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ട്. അതുകൊണ്ട് ക്ഷീണം ഉണ്ടാകും, ഉറക്കക്കുറവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് ചില പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം. ആശയവിനിമയം വേണ്ടത്ര ഭംഗിയായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചില പരസ്പര വിശ്വാസക്കുറവ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉടലെടുക്കും. അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. പരിഹാരം ആയിട്ട് ഗണപതിയെ ഭജിക്കുക, ഗണപതി ഹോമം നടത്തുക, ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. നിത്യേന വളരെ ശ്രദ്ധയോടുകൂടി ഏത്തമിടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ബലം വർദ്ധിക്കുന്നതും കാണാവുന്നതാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറ് ലിബ്ര എന്നാണ് അതിന് പറയുക. ചിത്തിരയുടെ അവസാനത്തെ 2 പാദം, ചോതി, വിശാഖം മുക്കാല്, വിശാഖത്തിൻ്റെ 1ഉം 2ഉം 3ഉം പാദങ്ങൾ ചേർന്നാണ് തുലാക്കൂറ്. 6ാം ഭാവത്തിലാണ്, മീനത്തിലാണ് ബുധനും ശനിയും ചൊവ്വയും. ജോലിയിൽ അവരവരുടെ പ്രവർത്തന മേഖലയിലും ഒക്കെ കുറച്ച് സമ്മർദ്ദം കൂടും. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന പ്രവർത്തന മേഖലയിൽ നിന്ന് തന്നെ ശത്രുക്കൾ ഉണ്ടാകാനും ഉള്ളവർക്കത് കൂടാനും സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ പറയേണ്ടതാണ്, ശത്രുവിനെ ജയിക്കാനും ഇവർക്ക് ഈ കാലം അനുകൂലം തന്നെയാണ്. ധനപരമായിട്ട് വരുമാനത്തെക്കാളേറെ ധനവിനിയോഗം, ധന ചെലവ് കൂടുന്നതായിട്ട് കാണാവുന്നതാണ്. ആരോഗ്യപരമായിട്ടും അത്ര അനുകൂലമല്ല. ദേഹാസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ വാദസംബന്ധമായിട്ട് ഉള്ള രോഗമുള്ളവർ അത് കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. രക്തസമ്മർദ്ദം അഥവാ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ
വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല. എങ്കിലും ചെറിയ ചെറിയ പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാൻ സാധിക്കുന്നില്ല. പരിഹാരമായിട്ട് ദുർഗാ സപ്തശതി ജപിക്കുക, ദുർഗാപൂജ നടത്തുക, ദുർഗയുടെ മന്ത്രങ്ങൾ ജപിക്കുക, പാരായണം നടത്തുക, ഇതൊക്കെയും അതുപോലെ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനവും യഥാശക്തി വഴിപാടുകളും ഒക്കെ നടത്തുന്നതും വളരെ നല്ലതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. സ്കോർപ്പിയോ എന്നാണ് അതിന് പറയുക. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. ഇവരുടെ 5ാം ഭാവം, അതായത് മീനം രാശിയിൽ വരുന്ന ഗ്രഹങ്ങൾ ശനിയും ചൊവ്വയും ബുധനും മീനത്തിലാണ്. സൃഷ്ടിപരമായിട്ടുള്ള കർമ്മങ്ങളിൽ അതായത് ക്രിയേറ്റീവായിട്ടുള്ള ജോലികളും മറ്റുമൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് വാസ്തുവിദ്യാപരമായിട്ടുള്ളത്, കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, ഡിസൈനിങ്ങിൽ ജോലി ചെയ്യുന്നവർ, ഇവർക്കൊക്കെ അനുകൂലമായിട്ടുള്ളതാണ് ഈ സമയം. അതിൽ അവരുടെ ജോലിയിൽ കുറച്ച് അഭ്യുന്നതി കൂടുതലായിട്ടുണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ധനപരമായിട്ട് മുൻകൂട്ടി ചെയ്തിരുന്നതായിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം കിട്ടാനുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ്. മറ്റ് രോഗങ്ങളും ഒന്നും പുതുതായിട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. രോഗങ്ങൾ ഉള്ളവർക്ക് അത് കുറേശ്ശെ കുറഞ്ഞു വരുന്നതായിട്ടും മനസ്സിലാക്കാവുന്നതാണ്. കുടുംബത്തിലും അസ്വസ്ഥതകൾ കാണുന്നില്ല. സന്തോഷകരമായിട്ടുള്ള ഒരു സമാധാനപരമായിട്ടുള്ള കുടുംബാന്തരീക്ഷം നിലനിൽക്കും. ഇവർക്ക് പരിഹാരം ആയിട്ട് പറയുന്നത് ഹനുമാൻ ക്ഷേത്രത്തിൽ പോവുക, അല്ലെങ്കിൽ ഹനുമാൻ്റെ മന്ത്രങ്ങൾ ജപിക്കുകയോ ഹനുമാൻ ചാലീസ മുതലായിട്ടുള്ളവ ജപിക്കുന്നതും ഒക്കെ അനുകൂലമാണ്. അതുപോലെ ഹനുമാന് വെണ്ണ നിവേദ്യം നടത്തുക, ശിവക്ഷേത്ര ദർശനവും ഇത് അനുകൂലമായിട്ടുള്ള ഫലം തരുന്നതാണ്. അടുത്തത് ധനുക്കൂറാണ്. സാജിറ്റേറിയസ് എന്നാണ് പറയുക, ഇംഗ്ലീഷിൽ പറയുന്ന പേര്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഈ നക്ഷത്രങ്ങളാണ് ധനുക്കൂറിൽ വരുന്നത്. 4ാം ഭാവത്തിലാണ് മീനത്തിലാണ് 3 ഗ്രഹങ്ങൾ സംയോഗം ചെയ്യുന്നത്. ജോലിയിൽ കുറച്ച് കൂടുതൽ സമ്മർദ്ദം അവർക്ക് ഉണ്ടാകും. അതുപോലെ എല്ലാ പ്രവർത്തനത്തിലും പൊതുവേ ഒരു ക്രമക്കേട് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പിരിമുറുക്കം ഉണ്ടാകുന്ന ഒരു കാലമാണ്. വീട് സംബന്ധമായിട്ടുള്ള ചിലവുകൾ ഉണ്ടാകും. അപ്രതീക്ഷിതമായിട്ടുള്ള ചില റിപ്പയറിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാവുന്നതാണ്. അതുപോലെ മുന്നേ കൂട്ടി ചില കാര്യങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച ധനം അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവിടേണ്ടതായിട്ട് വരും. വാഹന സംബന്ധമായിട്ടും ചില പ്രയാസങ്ങൾ അഥവാ അതുമൂലമുള്ള ചിലവുകളും മറ്റും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് മാനസിക സമ്മർദ്ദം ഇവർക്ക് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ടുണ്ടാകുന്ന ക്ഷീണവും ഉറക്കക്കുറവും ഒക്കെ അവരുടെ ആരോഗ്യത്തെ കുറച്ച് പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് കൂടുതൽ ശ്രദ്ധ ആവശ്യമായിട്ട് വരും. അഥവാ വളരെ സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക്, കുടുംബപരമായിട്ടുള്ള വ്യക്തികൾ തമ്മിലുള്ള വിഷയങ്ങളിലോ മക്കൾ ആയിട്ടുള്ള ബന്ധങ്ങളിലോ ഭാര്യ അല്ലെങ്കിൽ കുടുംബം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും മറ്റുമൊക്കെ കൂടുതൽ ഗൗരവത്തോടു കൂടി ഇടപെടേണ്ടതായിട്ട് വരാം. അതുകൊണ്ട് തന്നെ അതിൽ കൂടെ ചില ധനവിനിയോഗങ്ങളും അഥവാ അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകളും ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പരിഹാരമായിട്ട് വ്യാഴപ്രീതി നടത്തുക, അതായത് നവഗ്രഹ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ വിശേഷമായിട്ട് ബൃഹസ്പതിക്ക് അഥവാ ഗുരുവിന് വഴിപാട് നടത്തുക, പ്രദക്ഷിണം വയ്ക്കുക, ഇതൊക്കെ വളരെ നല്ലതാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അതുപോലെ സ്വന്തം ഗുരുവിന് അഥവാ ഗുരുതുല്യരായിട്ടുള്ളവർക്കും, അതും പത്നിയോടുകൂടിയ ഗുരുവിനും ഗുരുപത്നിക്കും ഒന്നിച്ച് എന്നർത്ഥം, അവർക്ക് ദക്ഷിണ ചെയ്ത് അവരുടെ പ്രദക്ഷിണ നമസ്കാരം ചെയ്ത് അവരുടെ പ്രീതി സമ്പാദിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. അടുത്തത് മകരക്കൂറാണ്. കാപ്രിക്കോൺ എന്നാണ് അതിൽ ഇംഗ്ലീഷ് നാമം. ഉത്രാടത്തിൻ്റെ മുക്കാൽ, അതായത് 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തരയും, അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. അവരുടെ 3ാം ഭാവത്തിൽ, അതായത് മീനം രാശിയിൽ ബുധനും ശനിയും കുജനും ഗ്രഹങ്ങൾ ഒന്നിച്ച് നിൽക്കുകയാണ്. പരിശ്രമങ്ങളെ പലതും ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് വിജയവും ഉണ്ടാവും. എന്നാൽ കുറച്ചൊരു ഈശ്വരാധീനക്കുറവ് ഉണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.
ധനപരമായിട്ട് ചെറിയ ലാഭങ്ങളൊക്കെ ഉണ്ടാവും. ചില പഴയ നഷ്ടങ്ങൾ നികത്താനുള്ള ചില പ്രായോഗിക നിർദ്ദേശങ്ങളുണ്ടാവും. അത് അനുസരിച്ച് പോയാൽ നമുക്ക് പഴയ നഷ്ടങ്ങൾ പരിഹരിച്ചു പോകാൻ സാധിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ട് ശരാശരി ആരോഗ്യം അപ്കീപ്പ് ചെയ്യാൻ സാധിക്കും. മറ്റു രോഗങ്ങൾ ഒന്നും വരാനുള്ള സാധ്യത കാണുന്നില്ല. രോഗങ്ങളുള്ളവർക്ക് അത് കുറച്ച് കുറയുന്നതായിട്ടും കാണാവുന്നതാണ്. കുടുംബപരമായിട്ട് വലിയ തെറ്റൊന്നുമില്ല. അതുപോലെ സഹോദരന്മാരിൽ നിന്ന് അകന്നു നിന്നിരുന്നതായിട്ടുള്ള സഹോദരന്മാരിൽ നിന്നും ഒക്കെ ചെറിയ സഹായങ്ങളോ അല്ലെങ്കിൽ അവരുടെ അനുകൂലമായിട്ടുള്ള ഭാവവും ഒക്കെ പ്രതീക്ഷിക്കാൻ ഈ ആഴ്ച സാധിക്കുന്നതാണ്. ഇവർക്ക് പരിഹാരമായിട്ട് ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, എള്ളുതിരി അഥവാ നീരാജനം നടത്തുന്നതുമൊക്കെ നല്ലതാണ്. ശനിയുടെ ക്ഷേത്രത്തിലോ അഥവാ നവഗ്രഹ ക്ഷേത്രത്തിലെ ശനിക്ക് വിശേഷമായിട്ടും ഒക്കെ ചില പൂജകളോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. സ്വയമേവ ഈ പറയുന്ന നവഗ്രഹ സ്തോത്രം ജപിക്കുന്നതും ഒക്കെ ഒരു പരിഹാരമായിട്ട് നിർദ്ദേശിക്കാൻ നല്ലതാണ്. അടുത്തത് കുംഭക്കൂറാണ്. അക്വാരിസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. അവിട്ടത്തിൻ്റെ അര, അതായത് അവസാനത്തെ 2-3 പാദങ്ങൾ, ചതയം പൂരുരുട്ടാതിയുടെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് കുംഭക്കൂറ്. ഇവർക്ക് 2ാം ഭാവത്തിൽ ബുധനും ശനിയും ചൊവ്വയും ഉണ്ട്. വാക്കിലൂടെയുള്ള ചില നേട്ടങ്ങൾ, അതായത് അവരവരുടെ വാക്കുകൊണ്ട് കർമ്മമേഖലയിൽ ചില അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് അവർ ജോലി ചെയ്തു വരുന്നതായിട്ടുള്ള മേഖലയിൽ അവരുടേതായിട്ടുള്ള വാക്കുകൊണ്ട് ഉണ്ടാവുന്ന ചില ഉത്കർഷങ്ങൾ ഉണ്ടാവുകയും അത് മൂലം നമ്മുടെ കർമ്മമേഖല പുഷ്ടിപ്പെടുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. പൊതുവേ ദൈവാധീനം കൂടെ അഞ്ചിൽ വ്യാഴമായതുകൊണ്ട് പൊതുവേ ദൈവാധീനം കൂടെ ഇതിനോടൊപ്പം പറയേണ്ടതുണ്ട്. ആയതുകൊണ്ട് അവർക്ക് സാമാന്യമായിട്ട് ജോലിക്കും ഒക്കെ അവരുടെ കർമ്മമേഖലയിൽ പുഷ്ടി തന്നെ ഉണ്ടാകാൻ ഉള്ള അനുകൂലമായിട്ടുള്ള കാലമാണ്. ധനപരമായിട്ട് ഒരു അനിശ്ചിതത്വം, ധനസംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും കിട്ടേണ്ട സമയത്തിൽ കിട്ടാതിരിക്കുക, അത് ഇന്ന് കിട്ടേണ്ടതായിട്ടുള്ള തുക ഉടനെയൊന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കുക, പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള മറ്റ് ലാഭങ്ങളും അല്ലെങ്കിൽ തനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള ധനം ഇതൊക്കെ വൈകുന്നതായിട്ട് കാണാവുന്നതാണ്. ആരോഗ്യം സാമാന്യം തൃപ്തിപരമാണ്. എങ്കിലും വയറു സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളും ഒക്കെ ഉണ്ടാകും. ഭക്ഷണം കഴിച്ചു എന്നുള്ളത് കൊണ്ട് വിഷം ഉള്ള ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് കൊണ്ട് ചില രോഗങ്ങളുണ്ടാകാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അവരുടെ വാക്കുകൊണ്ട് ചില ദുരിതങ്ങളുമൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സഹോദരന്മാരായിട്ടോ അഥവാ സഹോദര സ്ഥാനീയരായിട്ടോ ഉള്ള രമ്യത അഥവാ ഒരു കൂട്ട് അത് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. പരിഹാരമായിട്ട് ശനി ഗ്രഹശാന്തി ചെയ്യുക, നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശാസ്താവിന് നീരാജനം നടത്തുക, അവിടെ ദർശനം നടത്തി യഥാശക്തി വഴിപാടും ഒക്കെ കഴിക്കുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലത്തെ പ്രദാനം ചെയ്യും. അടുത്തത് മീനക്കൂറാണ്. പീസസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദം, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാരാണ് മീനക്കൂറിൽ വരുന്നത്. ലഗ്നത്തിലാണ് അവരുടെ ശനിയും ചൊവ്വയും ബുധനും സംയോഗം ചെയ്യുന്നത്. ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതിന് തക്കവണ്ണമുള്ള ഫലം, പ്രവർത്തിക്ക് തക്കവണ്ണമുള്ള ഫലം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എന്നാൽ അത് പ്രയോജനം ചെയ്യും. ഭാവിയിലേക്കത് പല പ്രയോജനങ്ങളും ഉണ്ടാക്കും. വൈകിയേ ഫലം കിട്ടുകയുള്ളൂ. വരുമാനം ഉണ്ട്, അതിൻ്റെ വരുമാനമുണ്ടെങ്കിലും അത് സ്ഥിരമായിട്ടുള്ള വരുമാനത്തിലും ഉലച്ചിലുണ്ടാകും. അതായത് പ്രതീക്ഷിച്ച വരുമാനം അത് മുടങ്ങുന്നതായിട്ടും അനുഭവത്തിലേക്ക് വരാവുന്നതാണ്. ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും മാനസിക സംഘർഷം ഒക്കെ കാരണം ക്ഷീണമുണ്ടാവുക, അതുകൊണ്ട് ചില മാനസിക സമ്മർദ്ദം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാവുന്നതാണ്. കുടുംബപരമായിട്ട് കുറച്ചുകൂടെ കുടുംബ ബന്ധങ്ങളിൽ കുറച്ചൊരു രമ്യത,
ഉണ്ടാകും. മറ്റ് സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കുറച്ചൊന്ന് കുറയുന്നതായിട്ട് കാണാം. എങ്കിലും പല അവസരങ്ങളിലും കുടുംബത്തിലുള്ളവരുമായിട്ട് പലപ്പോഴും പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്തതുപോലെ അവർക്ക് തന്നെ മനസ്സിലാക്കാൻ, തൻ്റെ സ്വഭാവത്തെ അവർ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നതായിട്ടോ, അഥവാ തനിക്ക് മറ്റുള്ളവരെങ്ങനെയാണോ നമ്മളോട് പെരുമാറുന്നത് അതിൻ്റെ ആന്തരാർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ഒരു ഡയലമയിലേക്ക് വരുന്നതായിട്ട് കാണാവുന്നതാണ്. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഇവർക്ക് കണ്ടകശനിയും ഏഴരശനിയും ഒന്നിച്ചു പോകുന്ന കാലമാണ്. അത് ഈ 2.5 വർഷക്കാലം മുഴുവൻ തന്നെ അത് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നിത്യമായിട്ട് സ്ഥിരമായിട്ട് ശാസ്താവിനെ ഭജിക്കുന്നത് നല്ലതാണ്. ശനിഗ്രഹത്തിന് വേണ്ടതായിട്ടുള്ള ഗ്രഹശാന്തി മുതലായിട്ടുള്ളവ ചെയ്യുന്നത് നല്ലതാണ്. ഇതിലൊക്കെ പുറമെ 4-ാം ഭാവത്തിൽ വ്യാഴം ഉണ്ട് എന്നുള്ളത് കൂടി പരിഗണിച്ച് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നിത്യേന മഹാവിഷ്ണുവിൻ്റെ മന്ത്രങ്ങൾ ജപിക്കുക, അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഇതൊക്കെയും മനസ്സിൻ്റെ ഒരു സമ്മർദ്ദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ല ഫലം ചെയ്യുന്നതാണ്. നമസ്കാരം.